നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്സിനെ കുറിച്ചാണ്. എന്താണ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം. ഓക്കെ, അതിനു മുന്നായിട്ട് നമ്മൾ ഒരു കാര്യം നോക്കാം. നാഷണലിസം അഥവാ ദേശീയത. എന്താണ് ദേശീയത എന്ന് പറയുന്നത്? ദേശീയത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ രാജ്യം ഇന്ത്യ അല്ലെ, നമ്മളെല്ലാവരും പറയുന്നത് നമ്മൾ ഇന്ത്യക്കാരാണെന്ന് പറയാറുണ്ട്. 1947 ഓഗസ്റ്റ് 15 എന്താ സംഭവിച്ചത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ആ ഒരു സമയം വരെ ഇന്ത്യ ഭരിച്ചിരുന്നത് ആരായിരുന്നു? ബ്രിട്ടീഷുകാരായിരുന്നു. ബ്രിട്ടീഷുകാർ ഭരിക്കുകയാണെങ്കിൽ കൂടി നമുക്ക് ഓരോരോ നാട്ടുരാജ്യങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു. മൈസൂർ ഒരു നാട്ടുരാജ്യം, കാശ്മീർ, ജുനാഗഡ്, ഹൈദരാബാദ്, അങ്ങനെയുള്ള ഓരോരോ നാട്ടുരാജ്യങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു. ആ നാട്ടുരാജ്യങ്ങളിലെല്ലാം തന്നെ ഒരു രാജാവ് ഭരിക്കാനും ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം, ഓക്കെ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം, ഒരു കൾച്ചർ, ഒരു ഭാഷ, ഒരു ദേശീയ ഗാനം, ഇതെല്ലാം കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ ദേശീയ നേതാക്കൾ അല്ലെ. അതിലേക്ക് നയിച്ച കുറേ സംഘടനകളും പ്രസ്ഥാനങ്ങളും ഉണ്ട്. അപ്പൊ ആ സംഘടനകളെയും പ്രസ്ഥാനങ്ങളെയും കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. നോക്കാം. വാട്ട് ഈസ് നാഷണലിസം? എന്താണ് നാഷണലിസം അഥവാ ദേശീയത അല്ലെ? എന്താണ് നാഷണലിസം? ഇസ് എ പൊളിറ്റിക്കൽ, social and cultural ideology that emphasize strong loyalty and pride to one's nation. അല്ലേ? എന്താണ് പറയുന്നത്? പൊളിറ്റിക്കലി, സോഷ്യലി, കൾച്ചറൽ ആയിട്ടുള്ള ഒരു ഏകത്വം, ഒരു നമ്മൾ പറയും നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയും അല്ലെ. ഒരു ഏകത്വം, ഒരു യൂണിറ്റി കൊണ്ടുവരാനുള്ള ഒരു പ്രചോദനം നൽകിയത് ആരാണ്? ദേശീയതയാണ്. ഇറ്റ് ഈസ് ദ ബിലീഫ് ദാറ്റ് പീപ്പിൾ ഹു ഷെയർ എ കോമൺ ലാംഗ്വേജ്, culture, history and territory should have the right to govern themselves as a sovereign nation. അല്ലെ, നമ്മുടെ ഒറ്റ രാജ്യം എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? ഒരു കോമൺ ലാംഗ്വേജ് ഉണ്ടായിരിക്കണം, പിന്നെ കൾച്ചർ, ഒരു കൾച്ചർ ആയിരിക്കണം, പിന്നെയോ ഹിസ്റ്ററി. ഇതെല്ലാം ഒരുപോലെ വന്നാൽ മാത്രമേ നമ്മൾ എന്താവുള്ളൂ? ഒരു രാജ്യമായിട്ട് മാറുകയുള്ളൂ. നമ്മുടെ ദേശീയതയിലേക്ക് നയിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ INC എന്ന് പറയുന്ന ഒരു സംഘടന. നമുക്കതിന്റെ രൂപീകരണത്തെ കുറിച്ച് നോക്കാം. INC was founded on 28th December 1885 at Gokuldas Tejpal Sanskrit College. എന്താ പറയുന്നത്? INC അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് രൂപം കൊണ്ടത് എന്ന് പറയുന്നു? 1885 ഡിസംബർ 28 അല്ലെ. 1885 ഡിസംബർ 28 INC രൂപം കൊണ്ടത്. എവിടെയാണ് രൂപം കൊണ്ടത്? ബോംബെയിലുള്ള ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത് കോളേജ്. ഓക്കെ, ഇനി അടുത്തത്. INC വാസ് ഫൗണ്ടഡ് ബൈ എ റിട്ടയർഡ് ബ്രിട്ടീഷ് സിവിൽ സർവന്റ് A.O. ഹ്യൂം അല്ലെ. INCയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? A.O. ഹ്യൂം. അദ്ദേഹം ആരായിരുന്നു? റിട്ടയർഡ് ബ്രിട്ടീഷ് സിവിൽ സർവന്റ്. അദ്ദേഹമാണ് എന്ത് സ്ഥാപിച്ചത്? INC സ്ഥാപിച്ചത്. അടുത്തത്. ഉമേഷ് ചന്ദർ ബാനർജി വാസ് എലക്ടഡ് ആസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് INC അല്ലെ. INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉമേഷ് ചന്ദർ ബാനർജി അല്ലെങ്കിൽ WC ബാനർജി ആണ്. Only Malayali who became the presidents of INC, C. ശങ്കരൻ നായർ 1897 അമരാവതി. എന്താ പറയുന്നത്? INCയിൽ ഒരേ ഒരു മലയാളി ആയിട്ടുള്ള പ്രസിഡന്റ് ഉണ്ടായിട്ടുള്ളൂ. അതാരായിരുന്നു? C. ശങ്കരൻ നായർ. ഏത് വർഷമായിരുന്നു? 1897 അമരാവതി സെഷനിലാണ് ഒരേ ഒരു മലയാളി ആയിട്ടുള്ള C. ശങ്കരൻ നായർ INC പ്രസിഡന്റ് ആയത്. അടുത്തത്. വന്ദേ മാതരം ഫസ്റ്റ് സങ് 1896 കൽക്കത്ത സെഷൻ അല്ലെ. വന്ദേ മാതരം. എന്താണ് വന്ദേ മാതരം? നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം അല്ലെ. ആ വന്ദേ മാതരം ആലപിച്ച INC സെഷൻ ഏതാന്നാ പറയുന്നത്? 1896 കൽക്കട്ട സെഷൻ. അതേപോലെ ജനഗണമന. എന്താ പറയുന്നത്? ജനഗണമന ഫസ്റ്റ് സങ് 1911 കൽക്കട്ട സെഷൻ അല്ലെ. ജനഗണമന എന്താണ്? നമ്മുടെ ദേശീയ ഗാനമാണ് അല്ലെ. ആ ദേശീയ ഗാനം എന്നാണ് ആലപിച്ചത്? 1911 കൽക്കട്ട സെഷനിൽ വെച്ചിട്ടാണ് എന്ത് ആലപിച്ചത്? നമ്മുടെ ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിച്ചത്. അടുത്ത് നോക്കിക്കേ. ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ആനി ബസന്റ് അല്ലെ. INCയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? ആനി ബസന്റ്. ഏത് വർഷമായിരുന്നു? 1917 കൽക്കട്ട സെഷൻ അല്ലെ. ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരായെന്ന് പറയുന്നത് ആനി ബസന്റ് ആണ്. 1917 കൽക്കട്ട സെഷനിൽ വെച്ചിട്ട്. അടുത്തത്. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ അല്ലെ. INCയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? സരോജിനി നായിഡു. ആരാണ്? സരോജിനി നായിഡു. ഏത് വർഷം
എപ്പോഴായിരുന്നു? 1925 കാൺപൂർ സെഷൻ അല്ലെ. 1925 കാൺപൂർ സെഷനിലാണ് ആദ്യ ഇന്ത്യൻ വനിത പ്രസിഡന്റ് ആയത്. ആരായിരുന്നു ആദ്യത്തെ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത്? സരോജിനി നായിഡു. ഇനി മഹാത്മാഗാന്ധിസ് ഫസ്റ്റ് കോൺഗ്രസ് പ്രസിഡൻസി ഓൺലി വൺസ് അറ്റ് ദ ബെൽഗാം സെഷൻ. എന്താണ് പറയുന്നത്? ഗാന്ധിജിയും INCയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. ഒരേ ഒരു പ്രാവശ്യം മാത്രമാണ് ഗാന്ധിജി INC പ്രസിഡന്റ് ആയത്. എപ്പോഴായിരുന്നു? 1924. എവിടെ വെച്ചിട്ടായിരുന്നു? ബൽഗാം സെഷനിൽ. ഓക്കെ, അടുത്ത നോക്കാം. പൂർണ്ണ സ്വരാജ്. പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് അല്ലെ. ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുക. അതെന്നാ പറയുന്നത്? passed at the Lahore session 1929 presided over by Jawaharlal Nehru. എന്താ പറയുന്നത്? പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു ആശയം അവതരിപ്പിച്ച INC സെഷൻ ഏതായിരുന്നു? 1929 ലാഹോർ സെഷനിൽ വെച്ച് എന്ത് സംഭവിച്ചു? പൂർണ്ണ സ്വരാജ് എന്ന ഒരു ആശയം അവതരിപ്പിച്ചു. അപ്പോഴത്തെ പ്രസിഡന്റ് ആരായിരുന്നു എന്നാ പറയുന്നത്? ജവഹർലാൽ നെഹ്റു. ക്ലിയർ അല്ലേ INC യെ കുറിച്ച്? അടുത്തതാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. INC പോലെ തന്നെ മുസ്ലിംസിന് പ്രയോറിറ്റി നൽകാൻ വേണ്ടിയിട്ട് രൂപം കൊണ്ടതാണ് ഏത്? മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ഫോർമേഷൻ December 13, 1906 വെന്യൂ ധാക്ക, നൗ ബംഗ്ലാദേശ്. എന്താ പറയുന്നത്? 1906 ഡിസംബർ 30 രൂപം കൊണ്ടതാണ് ഏത്? മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. മുസ്ലിം ലീഗിന്റെ ആസ്ഥാനം എവിടെയായിരുന്നു? ധാക്ക. ധാക്ക ഇന്ന് എവിടെയാണ്? ബംഗ്ലാദേശിന്റെ തലസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? ധാക്ക എന്ന് പറയുന്നത്. എന്തായിരുന്നു മുസ്ലിം ലീഗ് രൂപം കൊണ്ടുവരാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്? പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ ഫോർ മുസ്ലിംസ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ അല്ലെ. മുസ്ലിംസിന് ബ്രിട്ടീഷ് ഇന്ത്യയിൽ മുസ്ലിംസിന് പ്രയോറിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് രൂപം കൊണ്ടുള്ള ഒരു സംഘടനയാണ് ഏത്? മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അടുത്ത നോക്കാം. ഷിംല ഡെപ്യൂട്ടേഷൻ Muslims delegation led by Aga Khan demanded separate electorates to Lord Minto. എന്താ പറയുന്നത്? ഒരു ഷിംല ഡെപ്യൂട്ടേഷൻ അവിടെ വെച്ചിട്ട് എന്ത് സംഭവിച്ചു? ലോർഡ് മിന്റോ പ്രഭുവിനോട് പറയുകയുണ്ടായത് എന്ത്? മുസ്ലിംസിന് മാത്രമായിട്ട് എന്ത് വേണം? ഒരു ഇലക്ട്രേറ്റ്സ് വേണം എന്ന് ആവശ്യപ്പെട്ടത് ആരായിരുന്നു? ആഗാ ഖാൻ അല്ലെ. ആരാണ്? ആഗാ ഖാൻ. ആഗാ ഖാന്റെ കൂടെ കോ ഫൗണ്ടേഴ്സ് ആയിട്ട് വന്നവരാണ് മൊഹസിൻ ഉൽ മുൽക്ക്, നവാബ് സലീമുള്ള. ഇവരെല്ലാം ചേർന്നിട്ട് എന്ത് സംഭവിച്ചു? മുസ്ലിംസിന് മാത്രമായിട്ട് ഒരു ഇലക്ട്രേറ്റ്സ് വേണം എന്ന് പറഞ്ഞിട്ടാണ് എന്ത് രൂപം കൊണ്ടത്? മുസ്ലിം ലീഗ് രൂപം കൊണ്ടത്. ഫസ്റ്റ് സെഷൻ കറാച്ചി. മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ സെഷൻ എവിടെ വെച്ചിട്ടായിരുന്നു? കറാച്ചിയിൽ വെച്ചിട്ടായിരുന്നു. ഇനി അടുത്ത് നോക്കിക്കേ. സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് ആക്സെപ്റ്റഡ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആക്സെപ്റ്റഡ് ഇൻ 1909 അല്ലെ. 1909 ബ്രിട്ടീഷ് ഗവൺമെന്റ് മുസ്ലിംസിന് മാത്രമായിട്ട് ഒരു ഇലക്ട്രേറ്റ്സ് എന്ന ആവശ്യം അംഗീകരിച്ചത്. ഡിമാൻഡ് ഫോർ സെപ്പറേറ്റ് നാഷൻ അലഹാബാദ് സെഷൻ 1930. എന്താ പറയുന്നത്? കൂടാതെ ഇവർ മുസ്ലിംസിന് മാത്രമായിട്ട് ഇലക്ട്രേറ്റ്സ് വേണമെന്ന് മാത്രമല്ല പറഞ്ഞത്, പിന്നെ എന്തും കൂടെ ആവശ്യപ്പെട്ടിരുന്നു. ഇവർക്ക് മാത്രമായിട്ട് സെപ്പറേറ്റ് നാഷൻ അല്ലെ, അവർക്ക് മാത്രമായിട്ടൊരു നാഷൻ വേണമെന്നൊരു ആവശ്യം കൂടെ അവതരിപ്പിച്ചു. അത് എവിടെ വെച്ചിട്ടായിരുന്നു? അലഹാബാദ് സെഷൻ. ഏത് വർഷം? 1930. ഇനി നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ. മുസ്ലിം ലീഗിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഗ്രീൻ ബുക്ക് എന്ന പേരിലാണ്. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? മുസ്ലിം ലീഗ് എന്നാണ് ഫോം ചെയ്തതെന്ന് പറഞ്ഞു, എവിടെ വെച്ചിട്ടാണെന്ന് പറഞ്ഞു അല്ലെ, അവരുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നെന്ന് പറഞ്ഞു. കൂടാതെ ഇവർക്ക് സെപ്പറേറ്റ് ഒരു നാഷൻ വേണമെന്നൊരു ആവശ്യം കൂടി ഇവര് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. പിന്നെ അവരുടെ സ്ഥാപകർ എന്ന് പറയുന്നത് ആരൊക്കെയാന്ന് പറഞ്ഞു? ആരൊക്കെയാ? ആഗാ ഖാൻ, മൊഹസിൻ ഉൽ മുൽക്ക്, നവാബ് സലീമുള്ള. അടുത്തതാണ് ആലിപ്പൂർ കോൺസ്പിറസി എന്ന് വെച്ചാൽ എന്താണ്? ആലിപ്പൂർ ഗൂഢാലോചന കേസ്. ഏത് വർഷമാണ്? 1908. ഓക്കെ, ഇതറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ആലിപ്പൂർ ബോംബ് കേസ്, മുരാരിക്പൂർ കോൺസ്പിറസി, മണിക്കോട്ട്ല ബോംബ് കോൺസ്പിറസി. അപ്പൊ അത് എന്താണ്? ഇതൊരു ഗൂഢാലോചനയായിരുന്നു അല്ലെ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഒരു DH കിങ്സ്ഫോർഡ് എന്ന് പറയുന്ന ഒരു മജിസ്ട്രേറ്റിനെ വധിക്കാനുള്ള ഒരു ഗൂഢാലോചന നടത്തി. അങ്ങനെ ഗൂഢാലോചന നടത്തുകയും അവർക്ക് നേരെ, ആ മജിസ്ട്രേറ്റിന് നേരെ ബോംബേർ ഉണ്ടാകുകയും ചെയ്തു. അങ്ങനെ ബോംബേർ നടത്തിയവരാണ് ആരെല്ലാം? ഖുദ്ദിറാം ബോസ്, പ്രഫുല്ല ചാക്രി. ആരൊക്കെയാണ്? ഖുദ്ദിറാം ബോസും പ്രഫുല്ല ചാക്രിയും. അങ്ങനെ ബോംബേർ നടത്തി അവരെ പോലീസുകാരെ പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തി. ആ ഒരു ശ്രമത്തിൽ എന്ത് ചെയ്തു? പ്രഫുല്ല ചാക്രി എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. കൂടാതെ ഖുദ്ദിറാം ബോസിനെ പോലീസ് പിടികൂടി. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? സൂയിസൈഡ് ചെയ്യാണ് ഉണ്ടായത്. ഇനി ഈ ആലിപ്പൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട ഒരു ദേശീയ നേതാവാണ് അരബിന്ദോ ഘോഷ്. ആരാണ്? അരബിന്ദോ ഘോഷ്. ഇത് മജിസ്ട്രേറ്റിന് നേരെയാണ് ബോംബാക്രമണം ഉണ്ടായത്. DH
കിങ്സ്ഫോർഡ്. ഓക്കെ, ആരൊക്കെയായിരുന്നു ആ രണ്ടുപേര് ബോംബാക്രമണം നടത്തിയ രണ്ടുപേര് ആരൊക്കെയായിരുന്നു? ഖുദിറാം ബോസും പ്രഫുല്ല ചാക്രിയും. അവർ രണ്ടുപേരും എന്ത് ചെയ്യാണ്ടായിരുന്നത്? ആത്മഹത്യ ചെയ്തു. ഇനി ആലിപ്പൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട ദേശീയ നേതാവ് ആരായിരുന്നു? അരബിന്ദോ ഘോഷ്. അടുത്ത നോക്കാം ഗദ്ദാർ പാർട്ടി. ഗദ്ദാർ പാർട്ടി 1913 ഗദ്ദാർ പാർട്ടി രൂപം കൊണ്ടത് വിദേശത്താണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാവോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുക അല്ലെങ്കിൽ ഇന്ത്യയെ ഒരു സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് വിദേശത്ത് ആരംഭിച്ചുള്ള ഒരു സംഘടനയാണ് ഇത് ഗദ്ദാർ പാർട്ടി എന്ന് പറയുന്നത്. ഏത് വർഷമാണെന്ന് പറഞ്ഞു? ഏത് വർഷമാണ്? 1913. മീനിങ് ഓഫ് ഗദ്ദാർ. ഗദ്ദാർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? റിവോൾട്ട് ഓർ റിബല്യൻ. എന്താണ്? റിവോൾട്ട് അല്ലെങ്കിൽ റിബല്യൻ എന്നാണ് ഏത് ഭാഷയിൽ അറിയപ്പെടുന്നത്? ഉറുദു ഭാഷയിൽ അറിയപ്പെടുന്നത്. അപ്പൊ മലയാളത്തിൽ ഗദ്ദാർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വിപ്ലവം. മലയാളത്തിൽ എന്താണ് പറയുന്നത്? വിപ്ലവം. ഡേറ്റ് ജൂലൈ 15, 1930. 1913 ജൂലൈ 15. എവിടെ വെച്ചിട്ടാണ്? അസ്റ്റോറിയ, ഒറിഗോൺ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അല്ലെ, അമേരിക്കയിൽ വെച്ചിട്ടാണ് ഇത് ഫോം ചെയ്തത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടർ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? യുഗാന്തർ ആശ്രമം, സാൻ ഫ്രാൻസിസ്കോ. എവിടെയാണ് യുഗാന്തർ ആശ്രമം ഉള്ളത്? സാൻ ഫ്രാൻസിസ്കോയിൽ. ഇനി ഇതിന്റെ ലീഡേഴ്സ് ആരാണെന്ന് നോക്കാം. ആരാണ്? ലാലാ ഹർദയാൽ അല്ലെ, ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ലാലാ ഹർദയാൽ. ഇതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? സോഹൻ സിംഗ് ബക്കാന. ആരാണ്? സോഹൻ സിംഗ് ബക്കാന. അപ്പൊ രണ്ടു പേരുകളാണ് പറഞ്ഞത് അല്ലെ. ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ലാലാ ഹർദയാലും അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? സോഹൻ സിംഗ് ബക്കാന. ഇനി എന്താണ് ഇവരുടെ ഒബ്ജക്റ്റീവ്? നമ്മൾ പറഞ്ഞു അല്ലെ, എന്തായിരുന്നു ഒബ്ജക്റ്റീവ്? കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ ഫ്രം ബ്രിട്ടീഷ് റൂൾ ത്രൂ ആംഡ് റവല്യൂഷൻ അല്ലെ, ഇന്ത്യക്ക് ഒരു സ്വയംഭരണം നൽകുക എന്നതാണ് എന്തിന്റെ ലക്ഷ്യം? ഗദ്ദാർ പാർട്ടിയുടെ ലക്ഷ്യം. ഇനി ഈ ഗദ്ദാർ പാർട്ടി അറിയപ്പെടുന്ന മറ്റു പേരാണ് പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ എന്നറിയപ്പെടുന്നതും ഏതാണ്? ഗദ്ദാർ പാർട്ടിയാണ് അല്ലെ. ഇനി ഗദ്ദാർ പാർട്ടിയുടെ ഒരു മാഗസിൻ ഉണ്ട്, അതറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഗദ്ദാർ എന്നാണ് ആ മാഗസിൻ അറിയപ്പെടുന്നത്. അടുത്തതാണ് ഹോം റൂൾ മൂവ്മെന്റ് അല്ലെ. 1916 എന്ത് രൂപം കൊണ്ടത്? ഹോം റൂൾ മൂവ്മെന്റ് രൂപം കൊണ്ടത്. ഹോം റൂൾ മൂവ്മെന്റ് എയിം എന്താണ്? അറ്റൈനിങ് സെൽഫ് റൂൾ ഫോർ ഇന്ത്യ അല്ലെങ്കിൽ സ്വരാജ്. സ്വരാജ് എന്ന് പറയുന്നതാണ് ഹോം റൂൾ മൂവ്മെന്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. 1916 ഇത് രൂപം കൊണ്ടത് അല്ലെ. ഇത് സ്ഥാപകർ എന്ന് അല്ലെങ്കിൽ ഇതിന്റെ ലീഡേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നത് ആരാണ്? ആനി ബസന്റ്, ബാലഗംഗാധര തിലകും. ആരൊക്കെയാണ്? ആനി ബസന്റും ബാലഗംഗാധര തിലകും. ഇനി ഈ ഒരു ആശയം, ഹോം റൂൾ എന്നൊരു ആശയം ഇന്ത്യ കടമെടുത്തത് എവിടുന്നാണെന്ന് പറയുന്നത്? അയർലൻഡിൽ നിന്നാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ആനി ബസന്റും ബാലഗംഗാധര തിലകും നമ്മുടെ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലാണ് ഹോം റൂൾ മൂവ്മെന്റ് സ്ഥാപിച്ചത്. അതിൽ ആനി ബസന്റ് ലീഗില് ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് എസ് സുബ്രഹ്മണ്യ അയ്യർ ആയിരുന്നു. ആരാണ്? എസ് സുബ്രഹ്മണ്യ അയ്യർ. ഓക്കെ, ഇനി ഗാന്ധിസ് റോൾ നോക്കാം. ഗാന്ധിജി ഹോം റൂൾ മൂവ്മെന്റിൽ എന്തായിട്ടുണ്ട്? പ്രസിഡന്റ് ആയിട്ടുണ്ട്. അതെ, ഏത് വർഷമാണ്? 1920. ആ ഒരു സമയത്ത് ഗാന്ധിജി ഹോം റൂൾ മൂവ്മെന്റ് എന്ന പേര് മാറ്റി എന്താക്കി? സ്വരാജ് സഭ എന്നാക്കി. അപ്പൊ ഹോം റൂൾ മൂവ്മെന്റ് എന്ന പേര് മാറ്റി സ്വരാജ് സഭ എന്നാക്കിയത് ആരായിരുന്നു? മഹാത്മാഗാന്ധി. അടുത്തതാണ് ലക്നൗ പാക്ട്. ഏത് വർഷമാണ് ലക്നൗ സമ്മേളനം നടന്നത്? 1916 അല്ലെ. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കാം. ക്രൂഷ്യൽ സ്റ്റെപ്പ് ടുവേർഡ്സ് ഹിന്ദു മുസ്ലിം യൂണിറ്റി അല്ലെ. ഹിന്ദു മുസ്ലിം ഐക്യം കൊണ്ടുവരാനുള്ള ഒരു പ്രധാന സമ്മേളനം ഏതായിരുന്നു? ലക്നൗ ഉടമ്പടിയായിരുന്നു. കൂടാതെ എഗ്രിമെന്റ് ബിറ്റ്വീൻ അല്ലെ, രണ്ടുപേർ തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ടായി. ആരൊക്കെയാ അത്? INCയും AIML. AIML എന്താണ്? ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും അല്ലെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ഒരു എഗ്രിമെന്റും ഉണ്ടായി. കൂടാതെയോ ബ്രോട്ട് മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് ഓഫ് INC ടുഗദർ. നമ്മൾ പറയും മിതവാദികളും തീവ്രവാദികളും അല്ലെ. ഈ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച ഒരു സമ്മേളനവും ഏതാണ്? ലക്നൗ പാക്ട് ആണ്. ലക്നൗ പാക്ട് എവിടെ വെച്ചായിരിക്കും സമ്മേളനം നടന്നിട്ടുണ്ടാവുക? ലക്നൌവിൽ അല്ലെ. വെന്യൂ ആൻഡ് ഡേറ്റ് ജോയിന്റ് സെഷൻ ഇൻ ലക്നൗ ഡിസംബർ 1916. 1916 ഡിസംബറിൽ എവിടെ വെച്ച് നടന്നു? ലക്നൌവിൽ വെച്ച് നടന്നു. അപ്പൊ നമ്മുടെ നാഷണൽ മൂവ്മെന്റ്സ്, കുറെ അധികം മൂവ്മെന്റ്സ് നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ടത് ഇനിയുമുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി മൂവ്മെന്റ്സ് ആയിട്ട്